Good afternoon. Good Good afternoon. afternoon, Good Miss. afternoon, Good Miss. afternoon, ma'am. Good afternoon. Good afternoon, teacher. How are you? Fine. ഗീതാനിപ്പോ എവിടെയായിരുന്നു? കുറച്ച് ദിവസം കണ്ടില്ലല്ലോ. Yes, teacher. It has been a long time since we met. ഞാൻ ബിസി ആയിരുന്നു. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇപ്പൊ ലാസ്റ്റ് സാറ്റർഡേ തിരിച്ചു പോയി. എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലും. അപ്പൊ ഫുൾ തിരക്കായിരുന്നു. ഓക്കെ. അപ്പൊ ഒരാളൊന്ന് പ്രയർ ചെയ്തേ. പ്രയർ ചെയ്യൂട്ടോ ഒരാള്. ഫാത്തിമ ഷമീർ ഒന്ന് പ്രയർ ചെയ്യാവോ? ഫാത്തിമ. Yes, Miss. Dear Lord, we come before you now with open hearts, our heads we bow. Guide our minds, our hands, our ways. Bless our work throughout this day. Fill us with wisdom, fill us with light. Help us to learn to do what is right. Give us the courage, the patience to grow, sharing your love wherever we go. Thank you, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ എന്തൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്? എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതിനൊക്കെയാണ് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞത്? കോമ്പൻസേഷനും പിന്നെ റേഷണലൈസേഷനും അല്ലേ? ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ചെയ്തിട്ടുണ്ടോ? എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടോ? ഉഷാനിലൊന്ന് എക്സാമ്പിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? പ്രൊജക്ഷൻ അല്ല, കോമ്പൻസേഷൻ, റേഷണലൈസേഷൻ. പ്രൊജക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? പ്രൊജക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല മിസ്സേ. ഇല്ല. അപ്പോ കോമ്പൻസേഷൻ എക്സാമ്പിൾ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. ഡിഫൻസ് മെക്കാനിസത്തിൽ ആദ്യത്താണ് കോമ്പൻസേഷൻ. സ്റ്റേജിൽ കയറാൻ ഭയമുള്ള കുട്ടി ചിത്രം വരയ്ക്കുന്നതിലും കലാരൂപങ്ങളിലും താൻ മികച്ചതാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഒന്ന്. പിന്നെ കായിക വേളകളിൽ പരാജയപ്പെടുന്ന കുട്ടി തന്റെ മുഴുവൻ ശ്രദ്ധയും പഠനത്തിൽ കേന്ദ്രീകരിക്കുന്നു. 3, സുഹൃത്തുക്കൾ ഇല്ലാത്ത കുട്ടി വലിയവരോടൊപ്പം സമയം ചെലവഴിച്ചു വലിയ ആളായി കാണിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി ക്ലാസ്സിൽ തമാശകൾ പറഞ്ഞും ചിരിപ്പിച്ചും ശ്രദ്ധ മാറ്റിയെടുത്ത് അതിലൂടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നു. ഓക്കെ മിസ്? അടുത്താണ് ഞാൻ പറയാം ടീച്ചർ. ഇതാണിപ്പോ ക്ലാസ് കണ്ടിരുന്നോ? യെസ് ടീച്ചർ. ഞാൻ ടീച്ചറുടെ ക്ലാസ് ആകുമ്പോഴേക്കും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് കണ്ടു തീർത്തു. പറഞ്ഞോളൂ, എക്സാമ്പിൾ പറഞ്ഞു. Rationalization. Rationalization is when a person justifies their behavior or failure with logical but false explanation to avoid or embracement. അതായത് ഒരു വ്യക്തി തന്റെ പരാജയങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തികൾ തന്റെ മനസ്സിന് ആശ്വാസമാകുന്ന തെറ്റായ കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് എ പേഴ്സൺ ഹൂ ലോസസ് എ കോമ്പറ്റീഷൻ സേസ് ദേ ഡിഡ്ന്റ് വാണ്ട് ടു വിൻ എനിവേ. മത്സരത്തിൽ തോറ്റ ഒരാൾ തനിക്ക് വിജയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് പറയുന്നത്. അത് ഒന്ന്. പിന്നെ വർക്കർ ഹൂ ഗെറ്റ്സ് ഫയർഡ് ക്ലെയിംസ് ദേ വെർ പ്ലാനിങ് ടു ക്വിറ്റ് സൂൺ. ജോലി നഷ്ടപ്പെട്ട ഒരാൾ താൻ ഏതാനും ദിവസത്തിനകം രാജിവെക്കാൻ ഇരുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഈ ജോലി ഇല്ലെങ്കിലും ഇല്ല എന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് ഇതാ മനസ്സിലാക്കി വെക്കുന്നത്. പിന്നെ എ ഷോപ്പർ who buys an expensive item justifies it by saying it's an investment. ചെലവേറിയ ഒരു വസ്തു വാങ്ങി ഒരാൾ അത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങി വെച്ചത് എന്നുള്ള ഒരു ന്യായീകരണം കൊടുക്കുന്നത്. A person who is rejected in love says they were never really interested in the first place. പ്രണയം നിരസിക്കപ്പെട്ട ഒരാള് തനിക്ക് അതില് ഫസ്റ്റിലെ ആകർഷണമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ വിട്ടത് എന്ന് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആരെങ്കിലും എക്സാമ്പിൾ സഹിതം എഴുതിയിട്ടുണ്ടോ?
പിന്നെ ടീച്ചർ ഇവയെല്ലാം മാനസിക സമ്മർദ്ദം കുറക്കുമെങ്കിലും കൂടുതലായാല് ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല കാര്യമാണ്. നമ്മൾക്ക് ആശ്വസിക്കാൻ പറ്റും, നമ്മൾക്ക് റിലാക്സേഷൻ ഉണ്ടാവും. പക്ഷെ അത് കൂടിപ്പോയാല് അതും ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. മനസ്സിലാക്കിയത് അല്ലേ? Miss rationalize example. ഓക്കെ. A student who doesn't get into their dream career says that was not good for me. ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ ഒരു കരിയർ ഗോളിലേക്കോ എത്തിപ്പറ്റാൻ കഴിയാതിരുന്ന ഒരാള് അത് എനിക്ക് നല്ലത് അതൊന്നല്ല, എനിക്ക് വേറെയാണ്, അതിലും നല്ലതാണ് എനിക്കുള്ളത് എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നത്. ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ച് നമ്മളെ റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ ജോലിയുടെ ആവശ്യമൊന്നുമില്ല, ഇല്ലാതെ തന്നെ എനിക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത്. ഒരാള് ഡയറ്റിലായിരിക്കുമ്പോൾ ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ട്, ഞാൻ ഇന്നലെ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇന്ന് എനിക്ക് ഈ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയല്. സ്റ്റുഡൻസ് എക്സാമിന് ഫെയിൽ ആയി കഴിയുമ്പോൾ കുട്ടികൾ ക്വസ്റ്റ്യൻസ് അൺഫെയർ ആയിരുന്നു, അത് നല്ല ചോദ്യമൊന്നും ആയിരുന്നില്ല, ചോദ്യങ്ങൾ വളച്ചു തിരിച്ചാണ് വന്നതെന്നുള്ള രീതിയിൽ പറയല്. ലേറ്റ് ആയിട്ട് ജോലിക്ക് വരുമ്പോൾ ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്, അല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങാഞ്ഞിട്ടല്ല. അയാൾ ഓൾറെഡി നേരത്തെ ഇറങ്ങാൻ വൈകിട്ടായിരിക്കും ലേറ്റ് ആയിട്ടുണ്ടാവുക, പക്ഷെ അത് വെറുതെ ട്രാഫിക്കിന്റെ തലയിൽ കൊണ്ടിടുക. റാഷണലൈസേഷൻ എക്സാമ്പിൾസ്. അത് മിക്ക ആൾക്കാരും ടീച്ചർ, പിന്നെ ഇപ്പൊ ഞാൻ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില് മെമ്പറാണ്. അപ്പൊ മിക്ക ആൾക്കാരും നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ പറയുന്നത് അത് ബസ് കിട്ടിയില്ല, ലേറ്റ് ആയിരുന്നു എന്ന്. അപ്പൊ അവര് 12 മണിക്കുള്ള ബസ്സിന് 12:05 വന്നു നിന്നാല് കിട്ടില്ലല്ലോ. എപ്പോഴും അങ്ങനെ ഓരോ എക്സ്ക്യൂസസ് ആണ്. ഞാൻ എപ്പോഴും അതിനെതിരെ പറയായിരുന്നു. ഇപ്പൊ എല്ലാരും പങ്ക്ച്വലായി. ഗീതാനിപ്പോ പങ്ക്ച്വലാക്കിയല്ലേ അവരെയൊക്കെ? യെസ് ടീച്ചർ, എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. പറഞ്ഞ വാക്ക് മാറ്റി പറയാതിരിക്കുന്നതും പിന്നെ പങ്ക്ച്വാലിറ്റിയും, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അത് രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഞാൻ ആരോടെങ്കിലും പറയൂ. വെറുതെ പറഞ്ഞിട്ട് അങ്ങനെ അത് ഇഷ്ടമല്ല. നമ്മള് എന്താണ് പറയുന്ന വാക്കിനേക്കാൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് മഹത്വം കൂടുതൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി മോർ എക്സാമ്പിൾ, ഇനി എന്തോ എക്സാമ്പിൾ ഉണ്ടോ പറയാനായിട്ട്? ഇത്രയും പേരെ ചെയ്തിട്ടുള്ളോ? സമീറ അബൂബക്കർ എഴുതിയിട്ടുണ്ടോ? സമീറ? ഇല്ല മിസ്. ഇത് ചെയ്തന്നെ ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഞാന് അത് മുഴുവൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതില് പുറത്തായിരുന്നു. ഫർസാന ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് എഴുതാനേ? കുറച്ച് തിരക്ക്. എന്ത് പറ്റി? കേക്കുന്നില്ല. നോമ്പ് തുറക്കലൊക്കെ സ്ഥലത്ത് പോയേക്കായിരുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ ഡിഫൻസ് മെക്കാനിക്സ് ആണ് കേട്ടോ. റിപ്ലൈ ഒക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ഇതൊക്കെ ഒരു തരത്തില് ഡിഫൻസ് മെക്കാനിക്സ് ആണ് ടീച്ചർ, അവരത് നമ്മളെ ഓക്കെ ടീച്ചർ, നമ്മളത് തിയറിയിലൂടെ പറയുന്നു, അവരത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരുന്നു. വെറുതെ തമാശ പറയുന്നതാണ്. ആർക്കും ഫീൽ ചെയ്യരുത് കേട്ടോ. ഞാൻ വെറുതെ, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇനി വെറുതെ ഇരിക്കുന്ന ഇഷ്ടം. ഫീൽ ചെയ്യണ്ടിട്ടോ, ഞാൻ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആർക്കും ഫീൽ ചെയ്യേണ്ട ഓരോരോ എക്സ്ക്യൂസുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഡിഫൻസ് മെക്കാനിസമായിട്ട് റിലേറ്റഡ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. അടുത്തതാണ് പ്രൊജക്ഷൻ. ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ, ഒന്ന് റീഡ് ചെയ്യാം. മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്താൽ മതി കേട്ടോ.
Okay, നോക്കാം. We often ascribe to others our own shortcomings, desires or moral defects as a way of lessening our own sense of guilt or inadequacy. We may have certain falling and undesirable behavior traits or motives and feel scanty, but instead of acknowledging them, we all attention to the same trait in others. Thus, we divert the attention of others from our own shortcoming. A special form of projection is called the displacement of transference. അതായത് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മള് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കുറ്റം ചെയ്തു, പക്ഷെ നമ്മൾ അത് സമ്മതിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മറ്റുള്ളവർ മൂലമാണ്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ആ കുറ്റം എന്ത് ചെയ്യാണ്? അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ എക്സാമിന് തോറ്റ കുട്ടി പറയാണ് ടീച്ചർ പഠിപ്പിക്കാഞ്ഞിട്ടാണ് ഞാൻ തോറ്റെന്ന് പറയാണ്. അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിയില് തോറ്റ ഒരാള് പറയാണ് എനിക്ക് ക്രിക്കറ്റ് നല്ലോണം കളിക്കാൻ പറ്റാഞ്ഞത് ആ ബാറ്റ് കാരണമാണ്, ആ ബാറ്റ് കൊള്ളൂല്ലായിരുന്നു, ആ ബാറ്റ് നല്ലതായിരുന്നെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിയിൽ വിൻ ചെയ്താണ്. അപ്പൊ ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറയുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ കുട്ടി സ്കൂളിലേക്ക് പോകാനായിട്ട് വൈകി. ഓക്കെ, നമ്മൾ നേരത്തെ ഇരിക്കാത്തത് കൊണ്ടായിരിക്കാം എന്ത് ചെയ്യാം കുട്ടി പോകാനായിട്ട് വൈകിയത്. പക്ഷെ നമ്മൾ കുട്ടിയാണ് കുറ്റം പറയുന്നത്. നീ വൈകി എണീറ്റത് കൊണ്ടാണ് സ്കൂളില് പോവാനായിട്ട് ലേറ്റ് ആയത് എന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ കുട്ടിയോട് പറയുന്നു. അപ്പൊ നമ്മളിങ്ങനെ പലതരത്തിലുള്ള, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം, നമ്മൾ ഹസ്ബൻഡിനെ കുറ്റം പറയും, നമ്മുടെ കുറ്റമായിരിക്കാം, പക്ഷെ ഹസ്ബൻഡിന്റെ മേലിൽ നമ്മൾ കുറ്റം ചാർത്തുന്നു. അതുപോലെ നമ്മുടെ സ്വന്തം അമ്മയെ നമ്മൾ കുറ്റം പറയുന്നു. അമ്മ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് അവിടെ എത്താൻ പറ്റാഞ്ഞത്, അമ്മ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് എനിക്ക് അത് ചെയ്യാൻ സാധിക്കാത്തത്. അങ്ങനെ അതുപോലെ നമ്മുടെ മക്കളെ കുറ്റം പറയുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മള് കുറ്റങ്ങൾ സ്വയം അടിച്ചേൽപ്പിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? പ്രൊജക്ഷൻ എന്ന ഡിഫൻസ് മെക്കാനിസത്തിൽ പെടുത്തും. ഓക്കെ, വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ പ്രൊജക്ഷന്? എന്തെങ്കിലും എക്സാമ്പിൾ കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞതല്ലാതെ? പറയാം മിസ്സേ. കറിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലേ ഹസ്ബൻഡ് അതിന് വഴക്കുണ്ടാക്കുവേ. കറിക്ക് ടേസ്റ്റ്, അപ്പം പറയും മാർക്കറ്റിൽ നിന്ന് ആ പന്ന മീൻ വാങ്ങിച്ചോണ്ട് വന്ന അങ്ങ് ചീഞ്ഞ മീൻ, അത് കറി വെച്ചത് കൊണ്ട് ആ ടേസ്റ്റ് എന്ന് പറയും. അതെ, അത് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ ഇടയ്ക്ക് അതുപോലെ തന്നെ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി കൊള്ളൂല എന്ന് ഞാൻ പറയുവാണെങ്കിൽ മീൻ കൊള്ളൂല എന്നിട്ടാണ്, അല്ലാണ്ട് ഞാൻ കറി വെച്ചതിന്റെ കുഴപ്പമില്ല, ആ മീൻ ശരിയല്ല, അത് ചീത്ത ആയതുകൊണ്ടാണ് ആ കറിക്ക് ടേസ്റ്റ് വരാതിരുന്നത്, അങ്ങനെ പറയാം അല്ലെ? അങ്ങനെ അത് ഒരു പ്രൊജക്ഷൻ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആ മീനെ നമ്മൾ വെറുതെ കുറ്റം പറയുന്നു, നമ്മളുടെ തെറ്റായിരിക്കാം, പക്ഷെ മീനെ എന്ത് ചെയ്തു? കുറ്റം പറയുന്നു. ഓക്കെ, പിന്നെ എന്താ പറയാം എക്സാമ്പിൾ ആയിട്ട്? ടീച്ചർ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം ഡിഫൻസ് മെക്കാനിസം ഇപ്പൊ മനസ്സിലായി. കാരണം ഇതുപോലെ എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. കാരണം ചോറ് അഥവാ കുറച്ച് വെന്ത് പോയി കഴിഞ്ഞാൽ അത് ആ സമയത്ത് എനിക്ക് കോള് വന്നതുകൊണ്ടാണ്, ഇല്ല എന്നെ വിളിച്ചതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു ഇതിൽ നമ്മളത് പ്രതിരോധിക്കും. അപ്പൊ ഇത് ഡെയിലി ലൈഫിൽ ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതിനാണല്ലേ പറയുന്നത് ഡിഫൻസ് മെക്കാനിസം എന്ന്? അതെ, ചോറ് നമ്മൾ മറന്നുപോയിട്ടായിരിക്കും, നമ്മുടെ കുറ്റം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇറക്കി വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ പറയും അത്യാവശ്യമായിട്ട് അവിടെ നിന്ന് ഒരു കോള് വന്നു, അപ്പൊ എനിക്ക് അവിടെ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി സംസാരിക്കാൻ വന്നു, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിച്ചത്, അതുകൊണ്ട് ആ ചേച്ചിനെ ഒഴിവാക്കി വിടാൻ പറ്റിയില്ല, അപ്പൊ അതുകൊണ്ടാണ് ചോറ് വെന്തു പോയത്, എന്റെ കുഴപ്പം കൊണ്ടല്ല. അപ്പൊ അങ്ങനെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. എക്സ്ക്യൂസ് മീ മിസ്, ഇപ്പോഴാ മനസ്സിലായത് ടീച്ചേഴ്സിനോട് ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു കഴിയുമ്പം അവരെന്തുകൊണ്ട് അതൊന്നും അംഗീകരിക്കുന്നില്ല, അവർ നല്ല തർക്കം മറുപടി തരും. ഇപ്പോഴാ മനസ്സിലായ അവര് ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും വന്നതേ. അതെ അതെ, മുടന്തൻ ന്യായങ്ങൾ ഒന്നും അവരുടെ അടുത്ത് വേശിയല്ല. എന്നാ അച്ഛനോടും അമ്മയോടും എന്തും പറഞ്ഞ് രക്ഷപ്പെടാം, ടീച്ചേഴ്സിനോട് ഇച്ചിരി പാടാ. ഈ ചാപ്റ്റർ ഫുൾ കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും സ്വഭാവത്തിൽ നല്ല മാറ്റം വരും, കാര്യമായ മാറ്റം വരും. ഇനി ആരെയും കുറ്റപ്പെടുത്താനൊന്നും നിൽക്കില്ല എന്നാ തോന്നുന്നത്.
ഇന്നലെ തന്നെ ഞാൻ പിടികൂടി. എന്റെ അനിയന്റെ മോൻ വന്നിട്ട് പറയുവാണ്, ഓ പരീക്ഷയ്ക്ക് ഭയങ്കര പന്നയാ വന്ന്. അതെന്താടാ? ഓ ക്വസ്റ്റ്യൻ ലീക്ക് ആയിപ്പോയി, അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്. അവര് അതുകൊണ്ട് ഒന്നും സജഷൻ തരാത്തതും അവര് വേഗം ഒരു ക്വസ്റ്റ്യൻ ഇട്ടു, അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയില്ല. അപ്പൊ ഞാൻ നല്ലപോലെ പിടിച്ച്, എടാ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയല്ലേ വന്നേ, നീ എല്ലാം റെഫർ ചെയ്യാതെ എന്തിനാ നീ പോയത്? എന്നിട്ട് നീ കള്ളത്തരം പറയുന്നു, നീ ഈ മെക്കാനിസം ഉപയോഗിക്കുന്നോന്ന് ഞാൻ ചോദിച്ചു. അതെ, ഓക്കെ. അടുത്തത് നോക്കാം, ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, it's an adjustment mechanism which makes one able to attain satisfaction from the success of other people, groups or organizations. Here worshipping is also promote identification. So ഇവിടെ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ മറ്റൊരാൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മുടെ വിജയം, അതായത് മറ്റുള്ളവരുടെ വിജയം നമ്മുടേതാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, അതിൽ കുറച്ച് കൺഫ്യൂഷൻ വരും. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ വിജയം നമ്മുടേതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തിനെ ഐഡന്റിഫിക്കേഷൻ എന്നാണ് പറയുക. ഇപ്പോ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, സിനിമാ താരങ്ങളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നവരെ, ഇപ്പോ നമ്മുടെ മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, ധാരാളം സ്റ്റാർസ് ഉണ്ട്, ആക്ടർമാരുണ്ട്, ആക്ട്രസുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, അവരോട് ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ അവരുടെ സിനിമകൾ വരുമ്പോൾ, ആ സിനിമ വിജയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഭാഗമാവുന്നു, ആ സക്സസിന്റെ ഒരു ഭാഗമാക്കി തീരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ നമ്മുടെ സിനിമാ സ്റ്റാർസ്, സിനിമാ രംഗത്തുള്ളവരെ മാത്രം നോക്കണ്ട, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും മറ്റൊരാള് നേടുന്നുണ്ടെങ്കിൽ, ചിലപ്പോ ചില ആളുകൾക്ക് അസൂയായിരിക്കും തോന്നുന്നുണ്ടാവും, ഓ അവനത് ചെയ്തല്ലോ, അവനത് കിട്ടിയല്ലോ, എനിക്കത് കിട്ടിയില്ല, അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ അത്തരത്തിലല്ലാതെ മറ്റൊരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾ എക്സാമിന് ജയിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സായി, അയാൾക്ക് ജോലി കിട്ടി, ആ ഒരു വിജയം നമ്മുടേതാണെന്നും കൂടി കണ്ട് അതിൽ സന്തോഷിക്കുക, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക. അവർക്ക് വേണ്ടി ഇപ്പൊ അവര് സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്യുമ്പോൾ നമ്മൾ സ്വീറ്റ്സ് വിതരണം ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാവുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിജയുടെ ഒക്കെ ഒരു പടം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ, ആ റിലീസിംഗ് ഡേറ്റിൽ തന്നെ ലഡു ഒക്കെ വിതരണം ചെയ്യും, പാലഭിഷേകം നടത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അത് ഇലക്ഷനും അതുപോലെ തന്നെയാണ്. ഒരു പാർട്ടി ജയിക്കുമ്പോ അവരുടെ ഇതില് പിന്നെ പായസം വിതരണം നടത്തുന്നതും സ്വീറ്റ്സ് വിതരണം നടത്തുന്നതും. അതിനെയാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരാളുടെ വിജയം മറ്റൊരാളുടെ കൂടി, അതായത് മറ്റൊരാളുടെ വിജയം നമ്മളുടെ നാളും കൂടി വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ? ഞാനിപ്പോ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്, അല്ലാതെ എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ? അക്ഷയ പറയൂ, അക്ഷയ. ഫുൾ എ പ്ലസ് കിട്ടുമ്പോ, കസിൻസിനൊക്കെ ഫുൾ എ പ്ലസ് കിട്ടുമ്പോ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു സന്തോഷം. അത് ശരിയാണ്. ഫാത്തിമ, നമ്മുടെ ഇപ്പം നമുക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടാരോ നമ്മൾ അതിനൊരു വഴി ഒരുക്കി കൊടുത്തിട്ട് അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നമുക്കതിലൊരു സന്തോഷം കിട്ടും. അതെ, അതും ഐഡന്റിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഗീത പറഞ്ഞോളൂ. ഗീത. അല്ല, ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റേ ഇതിലുള്ള നെയ്മർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലത്ത് ഒരു ഹെയർ കട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവരോട് ആരാധന മൂത്തിട്ട്. അപ്പൊ അത് അങ്ങനെ ഉള്ള ഒരു ഇതും ഉണ്ട് അതിൽ ഐഡന്റിഫിക്കേഷനിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മള് സിനിമാ താരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കോളിളക്കങ്ങളുള്ളത് അല്ലേ? ഒരു കളി ജയിക്കുമ്പോൾ, ഒരു ക്രിക്കറ്റ് കളി ജയിക്കുമ്പോൾ എന്താണ് നമ്മളവിടെ ആഘോഷമാക്കാറില്ലേ? പിന്നെ ഫുട്ബോളിന്റെ കാര്യത്തിൽ ലോകകപ്പ് നടക്കുമ്പോഴൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ, മലപ്പുറത്തുള്ള ആളുകളൊക്കെയാണ് കൂടുതൽ, നമ്മുടെ കേരളത്തിൽ മൊത്തം ഉണ്ട്, എന്നാലും മലപ്പുറത്തുള്ള ആളുകൾ ഭയങ്കര ഇതായിട്ട് കണ്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാല് ഈ ഒരു ഐഡന്റിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, തന്നെ അടുത്തത്
സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Okay, it's an adjusting mechanism in which the original goals or desires are exchanged by others. എന്താ മനസ്സിലായത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഒറ്റ വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒറിജിനൽ ഗോൾസ് ഓർ ഡിസൈർസ് ആർ എക്സ്ചേഞ്ച്ഡ് ബൈ അതേഴ്സ്. എന്ത് മനസ്സിലായി? എന്ത് തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം അത്? സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പകരം മറ്റൊരാളെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക, അതാണോ? അതായത് നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക അല്ലെങ്കിൽ കൈമാറുക, ത്യജിക്കുക എന്ന് പറയും. അപ്പൊ നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം നമ്മൾക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾക്കത് നേടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും എന്താ പറയാ ലക്ഷ്യങ്ങളൊക്കെ ത്യജിക്കുന്നത്. അപ്പോ അത്തരത്തില് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ ത്യജിക്കുന്ന ആ ഒരു എന്താ പറയാ ഡിഫൻസ് മെക്കാനിസം ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളത്തില് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ടുള്ളത് അല്ലെ. പക്ഷെ ഭൂരിഭാഗവും ആളുകള് അടുക്കളയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നവരുണ്ട്. അവർക്ക് എന്താണ് കഴിവുകളില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ത്യജിച്ചിട്ടാണ് എന്ത് ചെയ്യുക ആ ഒരു കിച്ചന്റെ ആ ഒരു 4 മൂലയില് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തിനെ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ? എന്റെ ലൈഫിലുണ്ട്. ഞാൻ ബിഫാമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്റെ മാരേജ്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പം ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം എന്റെ ജൂനിയേഴ്സിന്റെ സിലബസ് സിസ്റ്റം മാറിയിട്ടുണ്ടായിരുന്നു, ഇയർ സിസ്റ്റം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെമസ്റ്റർ ആയിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് പിന്നെ അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ 3rd ഇയറിൽ ജോയിൻ ചെയ്യേണ്ട അവിടെ ഫസ്റ്റ് ഇയർ തുടങ്ങി റീജോയിൻ ചെയ്തിട്ട് ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹോസ്റ്റലർ ആയിരുന്നു. അപ്പൊ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഫസ്റ്റത്തെ മോളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്തൊരു ഫാർമസി കോളേജിൽ എനിക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാം ചെയ്തു തന്ന് ഒക്കെ ആയി. ആ ടൈമിൽ ഞാൻ 2ാമത്തെ മോളെ വീണ്ടും കൺസീവ് ചെയ്യാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഡോക്ടറും പറഞ്ഞു, ഹസ്ബൻഡും ചോദിച്ചു എന്ത് വേണം. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് എനിക്ക് ഒരിക്കലും കോളേജിൽ ഇത് പ്രാക്ടിക്കൽസ് ഉള്ളതാണല്ലോ ബിഫാം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും എനിക്ക് ഡയറക്റ്റ് പോയി പഠിക്കാൻ പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ ഇല്ലാന്നുണ്ടെങ്കിൽ നീ പഠിക്കാൻ പോണെങ്കിൽ പൊക്കോ, വീട്ടിൽ ആർക്കും ഒരു പ്രശ്നം, ആരോടും പറഞ്ഞിട്ടില്ല. ആകെ എനിക്കും അറിയാം ഹസ്ബൻഡിനും അറിയാം ഞാൻ കൺസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. വേറൊരാൾക്കും അറിയില്ല. ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടറുടെ മുന്നിൽ ഇരുന്നിട്ട് ചോദിച്ചു എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, നാളെ നീ പറയരുത് കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു, ഞാൻ കാരണമാണ് അങ്ങനെ മാറേണ്ടി വന്നതെന്ന് പറയരുത്, പഠിക്കാൻ പോണെങ്കിൽ നീ പൊക്കോന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പ്രയോറിറ്റി തോന്നിയത് എന്റെ ഫാമിലി ലൈഫ് കുറച്ചും കൂടെ സേഫ് ആക്കണം. അല്ലാതെ പഠിക്കല്ലോ നമുക്ക് എന്നായാലും പിന്നീട് പഠിക്കാന്നുള്ളത് തോന്നിയിട്ട് ഞാൻ അന്നത് മാറ്റിവെച്ചു. എന്നിട്ട് എന്റെ 2ാമത്തെ കുട്ടി മോളെ ഡെലിവറി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ബികോമിന് ജോയിൻ ചെയ്തു. ഇപ്പം ഫൈനൽ സെമസ്റ്റർ എക്സാം ആണ്. നെക്സ്റ്റ് മന്ത് 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പം മോണ്ടിസോറി കോഴ്സിന്. പക്ഷെ അന്ന് അത് ശരിക്കും പറഞ്ഞൊരു ത്യജിച്ചു വെക്കൽ തന്നെയായിരുന്നല്ലോ. എന്റെ പ്രൊഫഷണൽ അല്ലെങ്കിൽ കരിയർ ഗോളിനെ ഞാൻ അവിടെ മാറ്റി വെച്ചത് തന്നെയാണ്. പക്ഷെ ഇന്ന് എനിക്ക് അതിന് നല്ലത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിത് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മള് അങ്ങനെ നമുക്ക് എന്തെങ്കിലും നമ്മളൊരു കാര്യം ത്യജിച്ചിട്ടുണ്ടെങ്കിൽ അതിനും വലുത് നമുക്ക് ഈശ്വരൻ തരും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് നമ്മള് എന്തൊരു ചെറിയ കാര്യം നമ്മൾ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്യാഗം അങ്ങനെയാണല്ലോ പറയാ, അതൊരു നല്ല കാര്യത്തിന് വേണ്ടി. ഇപ്പൊ ആ മോള് ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമാണ്. ആ മോള് എന്തായാലും ജനിച്ചേ തീരുള്ളൂ, അല്ലെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചേ തീരുള്ളൂ. അപ്പൊ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു കുഞ്ഞിന്റെ ജീവിതം ഞാൻ കളയാൻ പാടില്ല എന്നുള്ളൊരു, എനിക്ക് ചെറുപ്പം മുതലേ കല്യാണത്തിനൊക്കെ കുഞ്ഞിലെ മുതലേ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കാരണം എന്റെ വയറ്റിൽ വളരുന്ന എന്റെ ഒരു ജീവൻ തന്നെയാണുള്ളത്, കളയാൻ പാടില്ല എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു
എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷനെ ഞാൻ ആലോചിക്കുന്നില്ല. പഠിപ്പത് പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. കാരണം അത്രയും ആഗ്രഹിച്ച് മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അത്രയും ആഗ്രഹത്തോടു കൂടി എടുത്ത കോഴ്സ് 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അതവിടെ ഡ്രോപ്പ് ആയി. അതിനുശേഷം പിന്നെയും ഹസ്ബൻഡ് ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം ചെയ്ത് അവിടെ നിന്ന് അഡ്മിഷന് വേണ്ടി കോള് വന്നു. എല്ലാം അവിടെ ലെറ്റർ ഒക്കെ എഴുതി കൊടുത്ത് മറ്റേ ഫസ്റ്റ് പഠിച്ച കോളേജിൽ നിന്ന് TCയും എല്ലാ സംഭവങ്ങളും വാങ്ങിച്ച് ഇവിടെ എല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് 1 മാസം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങാനിരിക്കുകയാണ്. ആ ടൈമിലാണ് കൺസീവ്. അത് ശരിക്കും പറഞ്ഞ ഒരു കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ആയിരുന്നു. എന്നാൽ പോലും നമുക്ക് അത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു കുഴപ്പമില്ല, പഠിപ്പ് അത് പൊക്കോട്ടെ, എനിക്ക് കുട്ടീനെ മതി, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അപ്പൊ തന്നെ അത് മാറ്റി വെച്ചു. ഫാത്തിമ നല്ല ചെയ്തത് എന്തായാലും നല്ല കാര്യമാണ്. അത് രണ്ട് തരം ആൾക്കാരുണ്ടാവും, അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്തത് നല്ല കാര്യമാണ്. കുട്ടി ഇപ്പൊ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ കുട്ടിയെ കിട്ടില്ല. പഠിക്കൽ നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും എത്ര വയസ്സായാലും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാം. അതേപോലെ അല്ലല്ലോ. അപ്പൊ ചെയ്തത് ആണ് ശരിയായ തീരുമാനമാണ് ചെയ്തത്. എനിവേ കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു. നല്ല തീരുമാനമാണ് കേട്ടോ. നല്ല ഒരു ഇതാണ്. കാരണം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല തീരുമാനമാണ്. എനിക്ക് ഇങ്ങനെ ഇതേമാതിരി ലൈഫിൽ ഉണ്ടായ ഒരാളാണ് ഞാൻ. ഇതേമാതിരി ഡിഗ്രി പഠിച്ചു സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. പക്ഷെ നമ്മളെ വീട്ടില് ഉള്ള മാതിരി ആയിരിക്കില്ല, ഇവര് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. പക്ഷെ ഇയാൾക്ക് ഇവിടെ ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടെങ്കിലും അത്രത്തോളം സപ്പോർട്ടായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന് ഒന്നും പറയില്ല, പക്ഷെ തീരുമാനങ്ങളൊക്കെ ഞാൻ എടുക്കുക. എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കാരണം സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ആ എക്സാമിന്റെ ടൈമിൽ കല്യാണം ആവുകൊണ്ട് അതൊക്കെ കൊളായി. തേർഡ് ഇയറും ഞാൻ ഫുള്ളായി പോയി. അപ്പോഴേക്കും ലാസ്റ്റ് ആയപ്പോഴേക്കും പ്രഗ്നന്റ് ആയി. അങ്ങനെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മള് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയൊക്കെ വയ്യാത്തവരായിരുന്നു. ഹസ്ബൻഡിന്റെ അച്ഛൻ നല്ല കുടിക്കുന്ന ആളായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യാസം. പഠിക്കാനൊന്നും മൂപ്പര് സമ്മതിക്കൂല. വൈകുന്നേരം ആയാൽ മൂപ്പര് വേറെ ലെവലാണ്. അപ്പോ അവരെ ഭാര്യ പറയുന്ന മാതിരി തന്നെ നമുക്കതൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് ഇല്ലേ, നമുക്കതൊരു അപ്പോ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു നമ്മളെ ജീവിതത്തിൽ. അപ്പൊ നമ്മളെ മൈൻഡ് തന്നെ ആകെ പിടുത്തം കിട്ടാത്ത രീതിയിൽ ആയി. ഇങ്ങനെ പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആ 2 പേരും ഇപ്പോ ജീവിച്ചിരിപ്പില്ല. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. 10 വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് അതിന്റെ ഇടയിൽ 2ാമത്തെ മോനുണ്ടായി. പഠിക്കാൻ ഞാനൊന്ന് ഇറങ്ങാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് അവിടെ തടസ്സങ്ങൾ വന്നു. ഇങ്ങനെ ഒരുപാട് മെന്റലി ഭയങ്കര വിഷമം അനുഭവിച്ച ഒരുപാട് കാലഘട്ടങ്ങൾ. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഡിഗ്രി ഇയാൾ പറഞ്ഞ മാതിരി ഡിഗ്രി ചെയ്യുന്നുണ്ട്. BCom സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ ആണ്. ഇപ്പൊ അതാ മോണ്ടിസോറി, അത് ഡിഗ്രി കഴിയുമ്പോഴേക്കും മോണ്ടിസോറിയും കഴിഞ്ഞ് നല്ലൊരു ജോബിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾക്ക് ഓരോന്നിനും ഓരോ സമയം ഉണ്ടാവും എന്ന് പറയുമോ, അതാണ്. അതെ, ഓരോന്നിനും ഒരു സമയമുണ്ട്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും അത് കിട്ടും കേട്ടോ. കിട്ടാതൊന്നിരിക്കില്ല. അതാണ്. ഒരു സെക്കൻഡ് കോള് വരുന്നുണ്ട്, എന്താണ് നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം അല്ലെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ അടുത്ത പറഞ്ഞോട്ടെ. പറഞ്ഞോ മിസ്സേ. ഓക്കെ, അടുത്തത് സബ്ലിമേഷൻ ആണ് കേട്ടോ. സബ്ലിമേഷൻ എന്ന് പറയും. ഇറ്റ്സ് എ ഫോം ഓഫ് മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് അവർ unacceptable desire or activities are directed into socially desirable channels. അതായത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാല്
ഒന്നിന്റെ കുറവ് നികത്താൻ നമ്മൾ മറ്റൊന്നില് ആശ്രയിക്കുന്നു. ഒന്നിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുവാണ്, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സുപ്പീരിയറിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പക്ഷെ നമുക്ക് ആ ദേഷ്യം അവിടെ പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? നേരെ ഓഫീസിന്റെ ആ സുപ്പീരിയറുടെ റൂമിൽ ഇറങ്ങിയിട്ട് ബാത്റൂമിന്റെ സൈഡിൽ പോയിട്ട് കൈ കൊണ്ട് ഭിത്തിയിൽ നന്നായിട്ട് ഇടിക്കുകയാണ്, ദേഷ്യം തീർക്കാണ്. അതായത് അയാളെ ഇടിക്കുന്നതിന് തുല്യമായിട്ട് ആ ഭിത്തിയിലിട്ട് ഇടിക്കുന്നു. നിങ്ങൾ കലി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ദുൽഖർ സൽമാന്റെ കലി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഭയങ്കര ദേഷ്യക്കാരനാണ് ദുൽഖർ, അല്ലെ? എങ്ങനെയാണ് ദേഷ്യം തീർക്കുന്നത്? ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വൈഫ് റോൾ ചെയ്യുന്ന അവര് സായി പല്ലവി ഒരു ഫിംഗർ മേടിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടിട്ടില്ലേ? അതായത് നമ്മൾക്ക് എന്തിനോടെങ്കിലും ബക്കറ്റൊക്കെ ചവിട്ടി പൊട്ടിക്കല്. അതെ, ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഓഫീസിലുള്ളവരോടോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനോടോ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ദേഷ്യം വന്നാൽ ചിലപ്പോൾ തീർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കയ്യിൽ പൊട്ടിക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇടിക്കുകയോ ഭിത്തിയിൽ ഇടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ പറയുന്നതിനെ നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ വേറൊരു രീതിയിൽ ഇത് ചിന്തിക്കാം, നല്ല രീതിയിലും ചിന്തിക്കാം കേട്ടോ. ഇതിപ്പോ ഞാൻ കുറച്ച് ഇതായിട്ടുള്ള വശമാണ് പറഞ്ഞത്, ദേഷ്യപ്പെടുന്ന ഒരു വശമാണ് പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുട്ടികളില്ലാത്ത രണ്ടുപേര്, ഓക്കെ, കുട്ടികളില്ലാത്ത രണ്ട് വ്യക്തികള്, അവർക്ക് കുഞ്ഞുങ്ങളില്ല, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല. അവരെന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും അനാഥ മന്ദിരത്തിൽ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. ഓക്കെ, എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും പോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ അവർക്ക് കുട്ടികളില്ലാത്തതിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട്, ആ കുറവ് നികത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ഈ ഒരു സബ്ലിമേഷൻ പറയാം കേട്ടോ. അപ്പൊ രണ്ട് രീതിയിൽ വരാം, ഒന്ന് ബാഡ് ആയിട്ടും വരാം, ദേഷ്യം വരുമ്പോൾ അത് തീർക്കുന്നതായിട്ടും വരാം, അല്ലാതെ നല്ല ഇതിലും ഈ ഒരു സബ്ലിമേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, then അടുത്തത് റിപ്രഷൻ. എന്താണ് റിപ്രഷൻ എന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്തിട്ട് അത് അവിടെ ഫ്രോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്രോയിഡ് ഡിസ്ക്രൈബ്സ് എന്നാണ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടില്ലേ? സൈക്കോളജിസ്റ്റ് അല്ലേ? ആ, സൈക്കോളജി മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ അദ്ദേഹം റിപ്രഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക് കേട്ടോ. വായിച്ചോ നിങ്ങള്? കോള് വന്നോണ്ടേ ഇരിക്കുന്നു, അടിക്കട്ടെ, കുഴപ്പമില്ല. അതായത് റിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു തരം അടിച്ചമർത്തലാണ് കേട്ടോ, ഒരു തരം അടിച്ചമർത്തൽ. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അബോധ മനസ്സിലേക്ക് അത് നമ്മൾ കുഴിച്ചു മൂടുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അബോധ മനസ്സുണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സുണ്ടല്ലോ, ഉപബോധ മനസ്സില്ലേ, അതിനകത്തോട്ട് കുഴിച്ചു മൂടുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? റിപ്രഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു ചെറുപ്പക്കാരൻ, രണ്ട് ചെറുപ്പക്കാരൻ, അവര് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്ര പോയി. യാത്രയിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു റോഡ് സൈഡിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് പറ്റി. അതായത് അവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഒരു ലോറി വന്ന് ഇടിച്ചു. എന്നിട്ട് രണ്ട് ചെറുപ്പക്കാരാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി മരിച്ചുപോയി. ഓക്കെ, അപ്പോ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാല് ആ
കാരണം ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അവര്, ചെറുപ്പകാലം മുതലേ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, എവിടെ ഒരുമിച്ച് പോകുന്നു, ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു ജേർണിയിൽ വെച്ചിട്ട്, അവരുടെ ഒരു യാത്രയിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം നടന്നതും ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി മരിച്ചത്. അപ്പോ ഇയാൾക്ക് അതിനെ തുടർന്ന് ഭയങ്കരമായിട്ടുള്ള, അതായത് മറ്റൊരു വ്യക്തി ഉണ്ടല്ലോ, അതായത് കൂടെ ട്രാവൽ ചെയ്തിരുന്ന വേറൊരു വ്യക്തി ഉണ്ടല്ലോ, ആ ചെറുപ്പക്കാരന് ഇതിനെ കുറിച്ച് എപ്പോഴും വിഷമാണ് ഇത് ഓർക്കുമ്പോൾ, ഭയങ്കര സങ്കടം വരുന്നു, ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പൊ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു സ്ഥലമൊക്കെ, അതായത് ആ ആക്സിഡന്റ് നടന്ന സ്ഥലം കാണുമ്പോഴൊക്കെ ഈ ഒരു ചിന്തയാണ്, അതായത് ഈ വ്യക്തി മരണപ്പെട്ട ചിന്തയാണ് ഈ ചെറുപ്പക്കാരന് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോഴും അതെന്ത് ചെയ്യുന്നു, ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്ന ആ ഒരു കാര്യം ഈ വ്യക്തി, ഈ ചെറുപ്പക്കാരൻ അവന്റെ ഉപബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടുന്നു, മറന്നുപോകുന്നു. നമ്മൾ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവര് മരിക്കുന്നുണ്ട്, അല്ലെ? നമുക്ക് വേണ്ടപ്പെട്ട പലരും മരിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് മാത്രമായിരിക്കും, ഒരു വർഷങ്ങളോളം ചിലപ്പോൾ ഉണ്ടാവാം. എന്നിരുന്നാലും നമ്മൾ എന്നും എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് ഒരിക്കലും ഓർത്തിരിക്കില്ല, അല്ലെ? അത് നമ്മുടെ ഉപബോധ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുഴിച്ചു മൂടുന്നുണ്ട്. വേണ്ടപ്പെട്ടവര് മരിക്കുമ്പോൾ, നമ്മളെ വേണ്ടപ്പെട്ടവര് നമ്മളെ വിട്ട് മരിച്ചിട്ടല്ലാതെ നമ്മളെ വിട്ട് അകന്നു പോയത്, ഇപ്പൊ പ്രണയമൊക്കെ ഉണ്ടാവുമ്പോൾ, ഒരാള് മറ്റൊരാളെ മറക്കുമ്പോൾ, അല്ലെങ്കിൽ മറക്കാനായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ, ആ തരത്തില് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് പറയാം, ഈ ഒരു റിപ്രഷൻ എന്ന് പറയാം. മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ കുഴിച്ചു മൂടുമ്പോൾ, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ കുഴിച്ചു മൂടുമ്പോൾ, ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, നമ്മൾക്ക് എന്താ പറയാ, വീണ്ടും ഓർമ്മിക്കാൻ പറ്റാത്തൊരു കാര്യം, നമ്മള് എന്താ പറയാ, അക്കാര്യം കൂടി നമുക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു ചിന്ത വരലേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? ആ ഒരു സിറ്റുവേഷൻ ഓർമ്മിപ്പിക്കല്ലേ എന്റെ ദൈവമേ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങോട്ടാണ് കുഴിച്ചു മൂടുന്നത്? നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് കുഴിച്ചു മൂടുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം പിന്നീട് നമ്മുടെ ഓർമ്മകളിലേക്ക് പോലും വരാത്തത് എന്തുകൊണ്ടാ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തില് അത് നമ്മുടെ ഉപബോധ മനസ്സിൽ കുഴിച്ചു മൂടുന്നത് കൊണ്ട്. ദാറ്റ് ഈസ് റിപ്രഷൻ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണ്? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം അതുമായി ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ റിപ്രഷനുമായി ബന്ധപ്പെട്ടിട്ട്? ചോദിക്കാൻ പാടില്ല, കാരണം ഇതൊരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ്. റിപ്രഷനുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണ്. അത് നമ്മുടെ മനസ്സിലോട്ട് വീണ്ടും വരാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ പറയണ്ട കേട്ടോ. നമുക്ക് അടുത്തയിലോട്ട് പോകാം. ഓക്കെ, റിഗ്രഷൻ. അപ്പൊ ഏകദേശം പേര് പോലെ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. റിപ്രഷൻ വേറെയാണ്, റിഗ്രഷൻ വേറെയാണ്. നമുക്ക് റിഗ്രഷൻ നോക്കാം എന്താണെന്ന്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്താണ് റിഗ്രഷൻ എന്ന് നോക്കാം, അല്ലെ? റിഗ്രഷൻ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഴയതുപോലെ ആകാൻ ശ്രമിക്കുന്നതിനെ നമുക്ക് റിഗ്രഷൻ എന്ന് പറയാം. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പൊ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. ഒരു വീട്ടില് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഒരാള് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഒരാള് തീരെ കുഞ്ഞിതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 2 വയസ്സുള്ള കുട്ടി, ഒരാള് 10 വയസ്സും ഒരാള് 2 വയസ്സും.
അപ്പോ ഈ രണ്ട് കുട്ടികൾക്കും നമ്മള് അതായത് അവരുടെ പാരന്റ്സ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ചിലപ്പോൾ ഇളയ കുട്ടിക്കായിരിക്കും. കാരണം അത് കുഞ്ഞാണ് അല്ലെ, മൂത്തവൻ കുറച്ചും കൂടി വലുതാണ്. അപ്പൊ ഇളയ കുട്ടിക്ക് പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇത് മൂത്ത കുട്ടിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ഫീലിങ്സ് അവന് ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇളയ കുട്ടി ഇതുപോലെ അല്ലെങ്കിൽ ഇളയ കുട്ടിയുടെ പോലെ ഇവന് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ചില കാര്യങ്ങൾ അനുകരിക്കാനായിട്ട് മൂത്ത കുട്ടി ശ്രമിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബെഡിൽ കിടക്കുമ്പോൾ മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ നഖം കടിക്കുക, അതുപോലെ ഭയങ്കരമായിട്ട് വെറുതെ കിടന്ന് നിലവിളിക്കുക, അങ്ങനെ കുഞ്ഞു കുട്ടികളുടെ കാര്യങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഇളയ കുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ മൂത്ത കുട്ടി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ ഇളയ കുട്ടിക്ക് കിട്ടുന്ന പരിഗണന തനിക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങള് അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ? എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാമോ? മിസ്സി പറഞ്ഞത് എന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. മൂത്ത മോൾക്ക് പക്ഷെ ആള് UKG 5 വയസ്സായിട്ടുള്ളൂ, ഇളയ മോൾക്ക് 2 വയസ്സായിട്ടുള്ളൂ. സെയിം ഈ ചെറിയ ആൾ എന്താണോ കാണിക്കുക അതേപോലെ സംസാരിക്കുന്നതാണെങ്കിലും ഭയങ്കര കൊഞ്ചലോടുകൂടെ ഇങ്ങനെ മനസ്സിലാവാത്ത ഭാഷയിൽ. രണ്ടാമത്തെ മോള് ചെറുതാണല്ലോ, അപ്പൊ അത് പറയണത് കംപ്ലീറ്റ് നമുക്ക് ക്ലിയർ ആവില്ലല്ലോ. അപ്പൊ സെയിം അതുപോലെ അവളൊരു ഡ്രസ്സ് പോയി എടുത്ത അതേ ഡ്രസ്സ് പോയി എടുക്കുക, അവളവിടെ തിരിച്ചു കൊണ്ട് വെക്കണ കാത്തു നിൽക്കും. മൂത്താള് അത് പോയി എടുത്തിട്ട് എന്താണോ അവള് ചെയ്യണത് അതേപോലെ കംപ്ലീറ്റ്ലി ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സംഭവം കെയർ കുറവൊന്നുമല്ല, പക്ഷെ ഒരു അട്രാക്ഷൻ കൂടുതൽ അവളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങളെല്ലാം അവള് ചെയ്യലുണ്ട്. ഇളയ കുട്ടി ചെയ്യണ കംപ്ലീറ്റ് എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പം ഈവൻ അവള് തൊട്ടിയിൽ കിടന്നിട്ട് ഉറങ്ങുക ചെറിയ ആള്, അപ്പൊ അവള് തൊട്ടിയിലില്ലാത്ത നേരത്ത് ഇയാള് കയറി തൊട്ടി കിടന്നിട്ട് ഉറങ്ങും. അങ്ങനത്തെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്യലുണ്ട്. ഇനി എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല? 2 കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഒരു കുട്ടിയുള്ളൂ, അതുകൊണ്ട് എനിക്കറിയില്ല അതിനെ കുറിച്ച്. എന്റെ മിസ്സേ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ചെറിയ ആളോട് കൂടുതൽ പരിഗണന നമ്മൾ ഓട്ടോമാറ്റിക്കലായി അങ്ങനെ ആയിപ്പോകും. പക്ഷെ അതെ, അവരോട് സ്നേഹം ഇല്ലാത്തോണ്ടല്ല, പക്ഷെ എപ്പോഴും പറയും അവനോടാണ് കൂടുതൽ ഇഷ്ടം അമ്മയ്ക്ക്, അങ്ങനെ പറയും. ചില കാര്യങ്ങളൊക്കെ അവൻ കാണിക്കണേ, ചെറിയ ആള് കാണിക്കണേക്കാട്ടും മോശമായ രീതിയിലൊക്കെ കാണിക്കുമ്പോ ഞാൻ പറയും, നീ വലിയ കുട്ടിയല്ലേ, എന്താ അവൻ നിന്നെ കണ്ടിട്ടാ പഠിക്കുക, അങ്ങനെ പറയും ഞാന്. അപ്പൊ കൊറേയൊക്കെ റെഡി ആയി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അതേമാതിരി തന്നെ കാണിക്കില്ല, ഇങ്ങനെ പറയും, അത്രേ ഉള്ളൂ. അടുത്തത് നെഗറ്റീവിസം ആണ് കേട്ടോ. വായിച്ചു നോക്കാവുന്ന നെഗറ്റീവിസം. ഓക്കെ, നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്തിനേയും നെഗറ്റീവ് ആയിട്ട് കാണാം. എന്ത് കാര്യം സംഭവിച്ചാലും അത് നെഗറ്റീവ് ആയിട്ട് കാണാന്നുള്ളതാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ചാലഞ്ചസ് നേരിടാനായിട്ട് തയ്യാറല്ല, റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്ന ആളുകളല്ല. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഒരു നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാണ് അവർക്ക് ഉണ്ടാവുക. എപ്പോഴും നമ്മൾ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാകും, ചില വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുതരം ഉൾവലിഞ്ഞു നിൽക്കുന്ന സ്വഭാവക്കാരുണ്ട്, എന്തെങ്കിലും കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഒരു നല്ല കാര്യം നമ്മൾ പറഞ്ഞാലും അതിനെ ചീത്തയായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ആളുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്.
ഓക്കെ, അതായത് ഒരു പ്രതീക്ഷയും ഇല്ല, അതൊരു ഹോപ്പും ഇല്ലാതെ ലൈഫ് ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ വേണം അല്ലെ. ഹോപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കില്ല? ഹോപ്പ് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അത്തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. കൂടാതെ അവർ റിസ്കുകൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചില റിസ്കുകൾ നമ്മൾ ഏറ്റെടുത്താലാണ് നമ്മുടെ ലൈഫിന് സക്സസ് ഉണ്ടാവുക. ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം, റിസ്കുകൾ ഏറ്റെടുക്കണം, നമ്മുടെ ജീവിതം അല്ലെ. അപ്പൊ റിസ്കുകൾ ഉണ്ടെങ്കിലാണ് സക്സസ് ഉണ്ടാവുക. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരം റിസ്കുകൾ ഏറ്റെടുക്കാനായിട്ട് പറ്റണമെന്നില്ല. എന്ത് വന്നാലും കല്ല് പോലെ നിൽക്കും. ഓക്കെ, എന്ത് വന്നാലും അതെ കല്ല് പോലെ നിൽക്കും. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ വഴക്കിടുവാണ്, അപ്പൊ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ തർക്കം പരിഹരിക്കാനായിട്ട് നോക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ നോക്കി നിൽക്കും, വെറുതെ നോക്കി നിൽക്കും. അവര് തല്ലുപിടിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാ? അവർ വഴക്കൂടട്ടെ, എനിക്കെന്താ കാര്യം? അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളില്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ആളുകളെ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. എന്താണ് ഗീത? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ കുറ്റം മാത്രം കണ്ടുപിടിക്കാനുള്ള കുറെ ആൾക്കാര്. അതെ, അവരോടൊന്നും സംസാരിക്കാൻ തന്നെ തോന്നുകയില്ല. അതെ, അവരോട് സംസാരിക്കാനേ തോന്നില്ല. അതായത് നമ്മൾക്കിപ്പോ രണ്ടുപേര് തമ്മില് ഒരു തർക്കം നടക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മോണ്ടിസോറി പഠിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ രണ്ട് കുട്ടികളായാലും രണ്ട് മുതിർന്ന വ്യക്തികളായാലും വഴക്കു കൂടുവാണെങ്കിൽ അതെന്താണ് കാരണം? അത് ഒരു ഡിസ്പ്യൂട്ട്, അവർക്ക് തർക്കം പരിഹരിക്കാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെ, നമ്മളൊന്ന് ചെന്ന് ചോദിക്കുക, എന്താണ് പ്രശ്നം നിങ്ങളുടെ എന്നും കൂടി അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചോദിക്കുക. ഇത് അതുപോലുള്ളാണ്ട് അവരെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ആ ഒരു രീതിയിൽ നിൽക്കുന്നവരാണ് ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇതിനെയാണ്, ഡിഫൻസ് മെക്കാനിസത്തെയാണ് നമ്മൾ നെഗറ്റീവിസം എന്ന് പറയുന്നത്. ഒരു ഇൻസൾട്ടിങ് ബിഹേവിയർ ആണ് ഇവരുടെ. പിന്നെ മറ്റുള്ളവരെ കളിയാക്കുന്ന പ്രകൃതക്കാരുണ്ടാവും ഇതിനകത്ത് കേട്ടോ. വെറുതെ ആളുകളെ കളിയാക്കുന്ന, എപ്പോഴും കളിയാക്കൊണ്ടിരിക്കും. ഒരു പ്രചോദനം, ഒരു ഇൻഫ്ലുവൻസും ഒരു കാര്യവും നൽകില്ല. വെറുതെ ആളുകളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേച്ചറും നമുക്ക് ഇതില് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് സിംപതിസം. ഓക്കെ, സഹാനുഭൂതി എന്നാ പറയാം. അതെന്താണെന്ന് പറഞ്ഞു തരാം ഞാൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സഹാനുഭൂതി അല്ലെങ്കിൽ സിംപതി പിടിച്ചു പറ്റുന്ന ഒരു കൂട്ടം ആളുകള് നമ്മുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാനായിട്ട് എന്താ പറയാ, ഇതാവുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ എന്താ പറയാ, ഭയങ്കര ദാരിദ്ര്യത്തിലായിരിക്കാൻ ചിലപ്പോൾ ജീവിക്കുന്നേ, പക്ഷെ ആ ദാരിദ്ര്യം മുതലെടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. ഒരു നോട്ടീസായിട്ടൊക്കെ ആളുകൾ വരില്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് അവർക്ക് ജീവിക്കാൻ ഗതിയില്ലാന്നിട്ടാണ്. അത് ഒരു സിംപതിയുടെ ഭാഗമായിട്ടാണ്. കാരണം ആ ഒരു ഇത് കാണിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സഹാനുഭൂതി പിടിച്ചു പറ്റിയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? അവർക്ക് ക്യാഷ് കൊടുക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? സിംപതി, അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ എന്താ പറയാ, ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ എന്റെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, അങ്ങനെയൊക്കെ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ളത് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും നമ്മൾ ഒരിക്കലും നമ്മുടെ കുറവുകൾ നമ്മൾക്ക് പറയാം. എനിക്ക് ഒരിക്കലുള്ള കാര്യമുണ്ട്, നമ്മൾ പറയാം കുറവുകൾ നമ്മൾ പറയാം. പക്ഷെ എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒന്നിലധികം ആളുകളോട് നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. ഷെയർ ചെയ്യാം, പക്ഷെ അത് സിംപതിയുടെ പുറത്താവരുത്. ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി ഒരിക്കലും നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കഴിവില് നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അപ്പൊ നമുക്ക് വിജയം ഉണ്ടാവും. വേറെ ആരുടെ സഹായം നമുക്ക് ആവശ്യം വരില്ല അല്ലെ. മറ്റൊരാളുടെ സിംപതി കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? എല്ലാ കാലവും നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഒരാളുടെ സിംപതി കൊണ്ട്? പറ്റുമോ? കഴിവുണ്ടെങ്കിലാണ്, നമ്മുടെ കഴിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ കാലവും മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റും. എപ്പോഴും ഇപ്പോ എന്താ പറയാ, ഒരാളുടെ സിംപതി കൊണ്ടൊന്നും നമുക്ക് ഒരു കാലത്തും നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല. ഓക്കെ, അപ്പൊ അതാണ് സിംപതി കേട്ടോ, സിംപതി. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് വിഡ്രോവൽ. അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇല്ല, രണ്ടെണ്ണം ഉണ്ടല്ലേ. വിഡ്രോവൽ ഉണ്ട്,
ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് ഉണ്ട്. അപ്പൊ വിഡ്രോവൽ ഞാൻ പറയാം, നിങ്ങൾ വായിച്ചോളൂ, പിന്നെ വായിച്ചോളൂ. PDF വായിച്ചോളൂ അല്ലോ, നിങ്ങള് വായിക്കണ്ടല്ലോ ഞാൻ. യെസ് മിസ്, ഞങ്ങൾ ചെയ്തോളാം. വിഡ്രോവൽ എന്താണെന്ന് നോക്കാം. വിഡ്രോവൽ എന്ന് പറഞ്ഞാല് സഹാനുഭൂതി വിഡ്രോവൽ എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ. ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക. ഓക്കെ, അതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ അഡ്മിറ്റ് ആകുമ്പോൾ ഒരു വ്യക്തി, നമ്മുടെ ഒരു റിലേറ്റീവ് അഡ്മിറ്റ് ആവുകയാണ് ഹോസ്പിറ്റലിൽ. അയാൾ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള സ്ഥിതിയാണ്, അയാളെ കാണുമ്പോൾ നമുക്ക് സഹിക്കില്ല. അങ്ങനെയാണെന്നും വിചാരിച്ച് നമ്മൾ അയാളെ കാണാതെ പോയി കഴിഞ്ഞാലോ, അയാൾ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ നമുക്ക്, പിന്നെ ആ വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? അപ്പൊ ചില സാഹചര്യങ്ങളുണ്ട്, അതായത് ഹോസ്പിറ്റലാകുന്ന വ്യക്തികളെ കാണാൻ കഴിയാത്ത ചില വ്യക്തികളുണ്ട്. അങ്ങനെ പോയി ആ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ കഴിയാത്ത ആളുകള്, ആ ഒരു സാഹചര്യം കണ്ട് ഇതാക്കാത്ത ആളുകള്, ഇതൊക്കെ വിഡ്രോവലിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, മരിച്ചു പോകുമ്പോൾ ആ മരിച്ച വ്യക്തിയെ കാണാനായിട്ട് പോവില്ല. അതൊക്കെ എന്താണ്, ഈ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങൾ, അത് നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യങ്ങളാണ് മരിച്ചൊരു വ്യക്തിയെ കാണുന്നത്. കാരണം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കരച്ചിൽ വരും അല്ലെ. ആ ഒരു വ്യക്തി നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത ആ ഒരു കാലയളവ് എത്രത്തോളം നമുക്ക് ഇഷ്ടമായിരുന്നു, അയാളെ എത്രത്തോളം ചെലവഴിച്ചിട്ടുണ്ട്, അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ഓർക്കും. അപ്പൊ ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കരച്ചിൽ വരും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറിപ്പോകും. അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനായിട്ട്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം അത് നമ്മുടെ മനസ്സിനെ തളർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തില് ഉള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിനെയാണ് എന്ത് പറയാ, വിഡ്രോവൽ എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ പറയാനായിട്ട്? ആക്സിഡന്റ് സംഭവിച്ചു കിടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന ആളുകൾക്ക്. അതെ, ആക്സിഡന്റ്, അത് നല്ലൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വേറെ ഉണ്ടോ? എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? പിന്നെ വീടിനൊക്കെ ജപ്തിയൊക്കെ ചെയ്യാനായിട്ട് വരില്ലേ, ആ ടൈമിലൊക്കെ നല്ല അടുപ്പുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ അവരുടെ വിഷമം കണ്ടില്ല എന്ന് വെച്ചിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാതെ മാറിപ്പോകുന്ന ആളുകള്. പിന്നെ നല്ല കാലത്തൊക്കെ കൂടിയുള്ളവര് പെട്ടെന്ന് നമുക്ക് മോശം സമയം വരുമ്പോ നമ്മളെ കണ്ടില്ല നടിക്കുന്ന അവസ്ഥ. അതെ, അതൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ്. ഫാന്റസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഡേ ഡ്രീമിംഗ് അതായത് ദിവാസ്വപ്നം കാണുക, പകൽ കിനാവ് കാണുക എന്ന് പറയും. അതായത് നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്, അതിനോട് അടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ കൂടിയും നമ്മളത് സ്വപ്നം കാണുക, പകൽ കിനാവ് കാണുക എന്ന് പറയും. ഇപ്പൊ നമ്മള് രാഷ്ട്രപതിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇനി രാഷ്ട്രപതി ആവാനായിട്ട് പോകുന്നു, പ്രസിഡന്റ് ആവാനായിട്ട് പോകുന്നു. പക്ഷെ നമ്മൾക്കത് ഒരിക്കലും പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ പൊസിഷനിൽ ഇരിക്കുന്നത് പകൽ കിനാവുകയാണ്. എങ്ങനെയാണ് ഉണ്ടാവുക, ഞാൻ എങ്ങനെയാണ് ആ ചെയറിൽ ഇരിക്കുന്നത്, എന്റെ കൂടെ ബോഡി ഗാർഡ്സ് എത്ര പേരുണ്ട്, എന്നെ ആരൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നു, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങള് പകൽക്കിനാവുകയാണ്. നമുക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത കാര്യം നമ്മൾ ഡേ ഡ്രീം കാണാന്നുള്ളതാണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്ങിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും. ഡിഫൻസ് മെക്കാനിസം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് ഉള്ളത്. ഒന്ന് ഇതിന് എന്ത് ചെയ്യാം, ഞാനൊരു അസൈൻമെന്റ് തരാം. ഓരോ ഡിഫൻസ് മെക്കാനിസത്തിനും ഓരോ എക്സാമ്പിൾ എഴുതിക്കൊണ്ട് സബ്മിറ്റ് ചെയ്യാം. എഴുതുക, എന്നിട്ട് അസൈൻമെന്റ് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഇന്നല്ല, ചിലപ്പോ നാളെയോ മറ്റന്നാളോ ഇടും ക്ലാസ് റൂമില്. ഓരോ ഡിഫൻസ് മെക്കാനിസവും എഴുതുക, എന്നിട്ട് അതിന് എക്സാമ്പിൾ എഴുതുക.
ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? അതെ മിസ്സേ. ഒരു എക്സാമ്പിൾ ആണോ മിസ്സേ? ഒരു എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ കിട്ടുവാണെങ്കിൽ കൂടുതൽ എഴുതാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആണോ? ഡിസ്റ്റൻസ് മെക്കാനിസം ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ മിസ്. ക്ലിയർ ആണ്. വെരി ക്ലിയർ. ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നുമില്ല. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല മിസ്സേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തിരുന്നില്ലേ? ഉണ്ട് മിസ്, എല്ലാം എഴുതി വെക്കുന്നുണ്ട്. ആ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് Okay, യു. teacher. Thank you. Have a nice day. താങ്ക് യു മിസ്. ഗീതാരൂപ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? Okay, teacher. Thank you. Have a nice day എന്ന് പറഞ്ഞു. താങ്ക് യു. ടീച്ചറെ കാണാൻ എനിക്കിന്ന് ആക്ച്വലി ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ ടീച്ചറെ കുറേ ദിവസമായി കണ്ടിട്ട്, അതുകൊണ്ട് ഇന്നത്തെ നാളത്തേക്ക് മാറ്റി. എന്താന്ന് വെച്ചാൽ ജിഷ ടീച്ചറെ ട്യൂസ്ഡേ കണ്ടിരുന്നു. പിന്നെ അല്ലെങ്കിൽ ആതിര ടീച്ചറുടെ ക്ലാസ് മിസ്സാവും ഫ്രൈഡേയിലേക്ക് വെച്ചാൽ. ആതിര ടീച്ചറെയും കുറേ ആയി കണ്ടിട്ട്. അപ്പോ അതുകൊണ്ട് ഫ്രൈഡേ കയറാം, നാളെ ബാങ്കിൽ പോവാന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. കാരണം അശ്വതി ടീച്ചറെ കണ്ടു, നമ്മുടെ ഇംഗ്ലീഷിന്റെ ടീച്ചറെ കണ്ടു മൺഡേ, പിന്നെ ജിഷ ടീച്ചറെയും കണ്ടു ട്യൂസ്ഡേ. ഇന്ന് പോകാനിരുന്നതായിരുന്നു, അപ്പൊ ടീച്ചറെ മിസ്സാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോവാതെ നാളത്തേക്കാക്കി. അയ്യോ, എനിക്ക് വേണ്ടി മാറ്റി വെച്ചല്ലേ? ടീച്ചർ, എസ് ടീച്ചർ, കാരണം ആതിര ടീച്ചർക്കും മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നു, ഗീതനെ മിസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ടീച്ചറെ ഞാൻ കുറേ ആയി കണ്ടിട്ട്, അതുകൊണ്ട് ഫ്രൈഡേ ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നാളെ പോകുന്നത്. ജിഷ ടീച്ചറുടെ ക്ലാസ് ഓൾറെഡി ട്യൂസ്ഡേ കഴിഞ്ഞല്ലോ, കണ്ടു. കുറേ നാളിന് ശേഷം ടീച്ചറെയും കണ്ടു. ഓക്കെ ടീച്ചർ. ഓക്കെ, താങ്ക്സ്.